ജീവനക്കാരുടെ ഉൽപാദക്ഷമത വർദ്ധിപ്പിക്കാൻ കമ്പനികൾ പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. ജീവനക്കാർക്ക് ഉല്ലാസയാത്രകളും സ്പെഷ്യൽ ബോണസും ഒക്കെ പ്രഖ്യാപിച്ചാണ് കമ്പനികൾ ഉൽപാദക്ഷമത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് എന്ന് നമുക്കറിയാം. എന്നാൽ തികച്ചും വിചിത്രമെന്ന് തോന്നുന്ന ഒരു നയം സ്വീകരിച്ച കമ്പനിയാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ചർച്ചാ വിഷയം. ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി വ്യത്യസ്ത രീതിയാണ് ഈ കമ്പനി നടപ്പാക്കുന്നത്. ജീവനക്കാർക്ക് ജോലിക്കിടെ സ്വയംഭോഗം ചെയ്യാൻ അനുവദിച്ച കമ്പനിയാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ചർച്ചകളിൽ നിറയുന്നത്. ഒരു ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ അല്ല കേട്ടോ ഈ സംവിധാനം. കഴിഞ്ഞ 3-4 വർഷമായി ഈ കമ്പനി തങ്ങളുടെ ജീവനക്കാർക്ക് ഡ്യൂട്ടിക്കിടെ സ്വയംഭോഗം ചെയ്യാനായി ഇടവേളകൾ നൽകാറുണ്ട്. ഏതാണ് ഈ കമ്പനിയെന്നും എവിടെയാണ് ഈ കമ്പനിയെന്നുമുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നില്ലേ? അതിനെക്കുറിച്ചെല്ലാം വിശദമായി പറഞ്ഞുതരാം. എറിക്ക ലസ്റ്റ് ഫിലിംസ് എന്ന സ്വീഡിഷ് കമ്പനിയാണ് ഈ കഥയിലെ നായകൻ. എറിക്ക ലസ്റ്റ് ഫിലിംസ് തങ്ങളുടെ ജീവനക്കാർക്ക് ജോലിക്കിടെ സ്വയംഭോഗം ചെയ്യാൻ അനുവാദം നൽകിയിട്ട് വർഷങ്ങളായി. സ്വയംഭോഗം ചെയ്യാൻ അനുമതി നൽകുക മാത്രമല്ല, അതിനായി സമയവും കമ്പനി അനുവദിച്ചിട്ടുണ്ട്. ജോലിക്കിടെ 30 മിനിറ്റ് സമയമാണ് ജീവനക്കാർക്ക് സ്വയംഭോഗം ചെയ്യാനായി കമ്പനി നൽകിയിരിക്കുന്നത്. ഇനി എന്താണ് ഈ എറിക്ക ലസ്റ്റ് ഫിലിംസ് എന്നറിയണ്ടേ? അഡൽട്ട് സിനിമാ നിർമ്മാതാക്കളാണ് എറിക്ക ലസ്റ്റ്. 40-ലേറെ ജീവനക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനാണ് പുതിയ പരിഷ്കാരം എന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. ജോലി സ്ഥലത്തെ പിരിമുറുക്കം കുറയ്ക്കാൻ സ്വയംഭോഗം സഹായിക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. പുതിയ നയം നടപ്പാക്കിയിട്ട് നാളുകൾ ഏറെയായി എന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ കാലത്താണത്രേ എറിക്ക ലസ്റ്റ് ജീവനക്കാർക്ക് സ്വയംഭോഗം ചെയ്യാനായി അരമണിക്കൂർ ഇടവേള നൽകി തുടങ്ങിയത്. 2020 മുതലാണ് ഈ നയം കൊണ്ടുവന്നതെന്നും ആദ്യം ഒരു പരീക്ഷണമായി തുടങ്ങിയ 30 മിനിറ്റ് ഇടവേള 2022 മെയ് മുതൽ കമ്പനിയുടെ ഭാഗമാക്കിയെന്നും എറിക്ക ലസ്റ്റ് അധികൃതർ വ്യക്തമാക്കുന്നു. 2021 കോവിഡ് സമയത്ത് താനും എന്റെ ടീമും വളരെ സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് എറിക്ക ലസ്റ്റ് ഫിലിംസ് ഉടമ എറിക്ക പറയുന്നത്. ജീവിതത്തെ കോവിഡ് എങ്ങനെയാണ് ബാധിച്ചതെന്നും ജീവനക്കാർ എത്രത്തോളം സമ്മർദ്ദത്തിലാണെന്നും താൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. പലരുടെയും ജോലിയിലെ ശ്രദ്ധ വളരെ കുറഞ്ഞതായി കണ്ടെത്തി. ഈ സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനും ജോലിയിൽ ശ്രദ്ധ കൂട്ടുന്നതിനുമാണ് സ്വയംഭോഗം ചെയ്യുന്നതിനായി 30 മിനിറ്റ് ഇടവേള കൊടുത്തത്. ഇതിനായി ഓഫീസിൽ ഒരു പ്രത്യേക സ്ഥലവും ഒരുക്കി. ഇത് ജീവനക്കാരിൽ സർഗാത്മകത വർദ്ധിപ്പിക്കുന്നുവെന്നും കമ്പനി ഉടമ എറിക് ഒരു മാധ്യമത്തോട് പറഞ്ഞു. ഈ സമയം അനുവദിച്ചതുകൊണ്ട് തങ്ങളുടെ ജീവനക്കാരുടെ ലൈംഗിക ആവശ്യങ്ങളെ കുറിച്ചുള്ള കമ്പനിയുടെ ഉത്കണ്ഠ അവസാനിച്ചില്ല കേട്ടോ. ജീവനക്കാർക്ക് സെക്സ് ടോയ് ഉൾപ്പെടെ നൽകാൻ 2022 എറിക്ക കമ്പനി ജർമ്മൻ ടെക്സ്റ്റോയ് ബ്രാൻഡായ ഫാൻ ഫാക്ടറിയെ സമീപിച്ചിരുന്നു. 2022 കെമിസ്റ്റ് ഫോർ യു നടത്തിയ സർവേയിൽ 14% ആളുകൾ ജോലി സമയത്ത് സ്വയംഭോഗം ചെയ്യുന്നതായി വെളിപ്പെടുത്തിയിരുന്നു.